ഒടുവിൽ ലോക പോലീസായ അമേരിക്കയ്ക്കും അവരുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം റെഡ് കാർഡ് കാണിച്ചിരിക്കുന്നു. മേഖലയെ അനാവശ്യമായിട്ടുള്ള ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ട്രംപിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് വാഷിംഗ്ടണുമായുള്ള പതിറ്റാണ്ടുകളുടെ ദീർഘകാല ബന്ധം പുനഃപരിശോധിക്കാൻ അറബ് ലോകം ഒന്നിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ ഒരു വൻ പതനത്തിന് വഴി തുറന്നത് ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധവും നയതന്ത്രപരവുമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ മണ്ണിൽ നടത്തിയ നഗ്നമായിട്ടുള്ള വ്യോമാക്രമണത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമെന്നാണ് ട്രംപ് കരുതിയത്. എന്നാൽ ആ ഭീഷണികളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകിയത്. ഇതോടെ ട്രംപ് തുടങ്ങിയ യുദ്ധത്തിന് ഞങ്ങൾ എന്തിന് വില നൽകണമെന്ന ചോദ്യവുമായി സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് സഖ്യകക്ഷികൾ പരസ്യമായിട്ട് രംഗത്തെത്തി. അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് അറബ് മണ്ണിൽ താവളമൊരുക്കില്ല എന്ന ഗൾഫിന്റെ പ്രഖ്യാപനം ഇറാന്റെ നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ ശക്തി തങ്ങളാണെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. അമേരിക്കയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാൻ മേഖലയിൽ എങ്ങനെ മേധാവിത്വം നേടുമെന്നും അറബ് ലോകത്തിന്റെ പുതിയ ബദൽ നീക്കങ്ങൾ അമേരിക്കയുടെ തകർച്ചയ്ക്ക് എങ്ങനെ കാരണമായി എന്നും വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. യാതൊരുവിധ നയതന്ത്ര ചർച്ചകളോ ഗൾഫ് സഖ്യകക്ഷികളുമായി കൂടിയാലോചനകളോ നടത്താതെയാണ് ഫെബ്രുവരിയിൽ ഇറാനെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു അഹങ്കാരത്തിന് മിഡിൽ ഈസ്റ്റിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ട്രംപിന്റെ അപ്രവചനീയവും സ്ഥിരതയില്ലാത്തതുമായിട്ടുള്ള വിദേശ നയങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ കൈവിടാൻ തുടങ്ങിയത്. അമേരിക്കൻ ഭീഷണികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ കൈക്കലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ജലപാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് കഴിയാതെ പോയത് വാഷിംഗ്ടണിന് കനത്ത പ്രഹരമായി. ദിവസേനയുള്ള കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതോടെ ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ താക്കോൽ ഇറാന്റെ കൈകളിലാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഈ ഒരു വമ്പൻ വിജയം നേടിയത് എന്നതും ശ്രദ്ധേയമാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും സൈനിക ബലവും ഉപയോഗിച്ച് അമേരിക്കയുടെ പടക്കപ്പലുകളെ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താൻ ഇറാന് സാധിച്ചു. ഒരു വൻ ശക്തിക്കും തങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെ പുതിയൊരു ചരിത്രമാണ്. അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമുണ്ടായ ഈ ഒരു യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. എണ്ണ, പ്രകൃതിവാതക കയറ്റുമതി തടസ്സപ്പെട്ടതോടെ പുതിയ ബദൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഏതാണ്ട് $80 ബില്യൺ വമ്പൻ അധിക ചെലവാണ് വന്നിരിക്കുന്നത്. അമേരിക്ക വരുത്തിവെച്ച വിനയ്ക്ക് തങ്ങളുടെ ഖജനാവിലെ പണം മുടക്കേണ്ടി വന്നതിലുള്ള കടുത്ത അമർഷത്തിലാണ് ഗൾഫ് ഭരണാധികാരികൾ. തങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന യുദ്ധത്തിന്റെ ചെലവിലേക്ക് വൻ തുക സംഭാവന നൽകാൻ ട്രംപ് ഭരണകൂടം ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സഖ്യകക്ഷികളെ വെറുമൊരു പണപ്പെട്ടി മാത്രമായി കാണുന്ന ട്രംപിന്റെ ഈ ഒരു ബിസിനസ് ബുദ്ധിക്ക് അറബ് ലോകം കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. സ്വന്തം സുരക്ഷയ്ക്കായിട്ട് അമേരിക്ക ഇനി പണം കൊടുത്ത് നിലനിർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേർന്നു. പതിറ്റാണ്ടുകളായിട്ട് ഗൾഫ് മണ്ണിൽ നിലനിൽക്കുന്ന US സൈനിക താവളങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഖത്തറിലെ അൽ ഉദൈദ് താവളങ്ങളും ബഹ്റിനിലെ US നേവി താവളങ്ങളും ഇനി എത്ര കാലം തുടരുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ സൈന്യത്തെ ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന ബോധ്യം ഗൾഫിൽ ശക്തമായിരിക്കുകയാണ്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് സൗദി അറേബ്യയും UAEയും ഖത്തറും കടുത്ത ഭാഷയിൽ അനുമതി നിഷേധിച്ചു. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണവും അനുവദിക്കില്ല എന്ന ഗൾഫിന്റെ ഈ ഒരു ധീരമായിട്ടുള്ള തീരുമാനം ട്രംപിന്റെ യുദ്ധ പദ്ധതികളുടെ നട്ടലൊടിക്കുന്നതായിരുന്നു. ഇത് അമേരിക്കയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ നയതന്ത്ര പരാജയമാണ്. അമേരിക്കയുടെ കടന്നുകയറ്റത്തിന് തടയിടാൻ സൗദി അറേബ്യയും ഓഗസ്റ്റ് 7-ന് ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കം നടത്തി. തുർക്കിയും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് സൗദിയെ ഒപ്പുവെച്ച പ്രതിരോധ സഖ്യമാണ് മക്ക കരാർ എന്നത്. ഇതിലൂടെ അമേരിക്കയും ഇസ്രയേലിനെയും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലോകം സ്വന്തമായി ഒരു സുരക്ഷാ കോട്ട തീർക്കുകയാണ് ചെയ്തത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ ഒരു മക്ക കരാറിനെ വിശേഷിപ്പിക്കുന്നത് പുതിയൊരു ഇസ്ലാമിക് നാറ്റോ എന്നാണ്.
പാകിസ്ഥാന്റെ വലിയ സൈനിക ബലവും ആണവശേഷിയും തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൗദിയുടെ വമ്പൻ സമ്പത്തും ഒത്തുചേരുമ്പോൾ അത് അമേരിക്കയ്ക്ക് മറുപടിയായുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാദേശിക സുരക്ഷാ സഖ്യമായി മാറുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഈ ഒരു ബൗണ്ട് ട്രാഫിക്കിന് സ്വന്തമായി നികുതി ഈടാക്കാനുള്ള കരാറുകൾ വരെ ഇറാൻ ഒമാനുമായി ചേർന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധങ്ങളെ പൂർണ്ണമായും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇറാൻ ഈ ഒരു സാമ്പത്തിക സുരക്ഷാ മേധാവിത്വം നേടിയെടുക്കുന്നത്. മേഖലയിലെ യഥാർത്ഥ രാഷ്ട്രീയ ശക്തി തങ്ങളാണെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാഷിംഗ്ടണിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്തുകയാണ്. മേഖലയിൽ സമാധാനം നിലനിർത്താൻ അമേരിക്കയുടെ സൈനിക സഹായത്തെക്കാൾ നല്ലത് ഇറാന്റെ കൈപിടിക്കുന്നതാണ് എന്ന് ഗൾഫ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള ഈ ഒരു പ്രാദേശിക ചർച്ചകൾ പുരോഗമിക്കുമെന്നത് അമേരിക്കയുടെ നയതന്ത്ര പതനത്തിന്റെ ആഴം കൂട്ടുന്നു. ഇനി അമേരിക്കയെ വിശ്വസിച്ചിരുന്നാൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഗൾഫ് രാജ്യങ്ങൾ റഷ്യ, ചൈന തുടങ്ങിയ മറ്റ് വൻ ശക്തികളുമായിട്ട് തങ്ങളുടെ പ്രതിരോധ ബന്ധങ്ങൾ അതിവേഗം വിപുലീകരിക്കുകയാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം തകരുകയും അതിജീവനത്തിന്റെ കരുത്തായിട്ട് ഇറാൻ മിഡിൽ ഈസ്റ്റിന്റെ പുതിയ നായകനായിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ അഹങ്കാരത്തിനേറ്റ വലിയൊരു തിരിച്ചടിയോടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു പോന്ന അമേരിക്കൻ അപ്രമാദിത്വത്തിനാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അന്ത്യം വന്നിരിക്കുന്നത്. ഭീഷണികളും ഉപരോധങ്ങളും കൊണ്ട് തങ്ങളെ തകർക്കാൻ നോക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിനേറ്റ വമ്പൻ പ്രഹരമാണ് ഇറാന്റെ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റം. തോക്കെടുക്കുന്നവനെല്ലാം വേട്ടക്കാരനാകില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് മിഡിൽ ഈസ്റ്റിൽ പുതിയ നായകനായിട്ട് ഇറാൻ മാറിയിരിക്കുകയാണ്. സ്വന്തം സുരക്ഷയ്ക്കായിട്ട് ഇനി വാഷിംഗ്ടണിലേക്ക് നോക്കേണ്ടതില്ല എന്നും മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പ്രാദേശികമായി തന്നെ പരിഹാരം കാണാൻ തങ്ങൾക്ക് കഴിയുമെന്നും അറബ് ലോകം ഒന്നിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ ട്രംപിന്റെ ആധിപത്യം പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്.